നമസ്കാരം. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സംഘടിപ്പിക്കുന്നതാണ് KLIBF, കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ. KLIBFിൻ്റെ 4th എഡിഷൻ 2026 ജനുവരി 7 മുതൽ 13 വരെ നിയമസഭാ കോംപ്ലക്സിൽ വെച്ച് നടക്കുകയാണ്. ഇന്ത്യയിൽ ഒരു നിയമസഭയും ഇതുവരെ ഇത്തരത്തിലൊരു ബുക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് KLIBF ഏറെ ശ്രദ്ധേയമാവുന്നത്. KLIBFിൻ്റെ ഓരോ എഡിഷനിലും പ്രസാധകരുടെ എണ്ണം കൂടുന്നു, വായനക്കാരുടെ എണ്ണം കൂടുന്നു, പുസ്തകങ്ങളുടെ പ്രസാധനത്തിൻ്റെ എണ്ണം കൂടുന്നു, പങ്കാളിത്തവും ഞെട്ടിപ്പിക്കുന്ന പങ്കാളിത്തമാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. KLIBFിൻ്റെ മറ്റൊരു പ്രത്യേകത, ലെജിസ്ലേച്ചറിനകത്ത് കയറാൻ സെക്യൂരിറ്റി ചെക്സ് ഒരുപാടുണ്ട് സാധാരണക്കാരന് കയറാൻ. എന്നാൽ ഈ 7 ദിവസം നിയമസഭയിൽ ഒരു സെക്യൂരിറ്റി ചെക്കുമില്ലാതെ ഏത് സാധാരണക്കാരനും കടന്നു വരാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് KLIBFിൻ്റെ പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിയമസഭ കാണാനും പുസ്തകോത്സവം കാണാനും കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ളവരും ലോകത്തിൻ്റെ പല കോണുകളിൽ താമസിക്കുന്ന മലയാളികളും ഈ ദിവസങ്ങളിൽ ലീവ് എടുത്ത് പങ്കെടുക്കുകയാണ്. ഈ പുസ്തകോത്സവം വളരെ ശ്രദ്ധേയമാക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. നിരവധി പുസ്തകങ്ങളുടെ ചർച്ച, പുസ്തകങ്ങളുടെ പ്രസാധനങ്ങൾ, അതൊക്കെ ഈ ചടങ്ങിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും കൾച്ചറൽ ഇവൻ്റ് എല്ലാ വൈകുന്നേരവും ഇതിന് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇത്തവണ ഞങ്ങൾ 4th എഡിഷൻ ശ്രദ്ധേയമാവുന്നത് വടക്ക് കണ്ണൂരിലും കാസർഗോഡുമുള്ള തെയ്യം തിരുവനന്തപുരംകാർക്ക് കാണാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എക്സ്ക്ലൂസീവായ തെയ്യം ഷോ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഈ KLIBF ഏറെ ചർച്ചയാവുകയാണെന്നുള്ളതാണ്. KLIBFിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ജനുവരി മാസം 7 തീയതി നടത്തുന്നത്. ഇതിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. ഈ ചടങ്ങിൽ ഇത്തവണത്തെ പ്രത്യേകത, ഉദ്ഘാടന ചടങ്ങിൽ കോമൺവെൽത്ത് പാർലമെൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സാംബിയയിൽ നിന്നുള്ള ഡോക്ടർ ക്രിസ്റ്റഫർ കലീലിയോ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് മലയാളത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം, നിയമസഭാ പുരസ്കാരം, 4ാമത്തെ പുരസ്കാരം ഞങ്ങൾ ഇത്തവണ നൽകുന്നത് NS മാധവനാണ്. ആ ചടങ്ങിൽ ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുസ്താഖ് പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തുമുള്ള, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി റൈറ്റേഴ്സ് ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ പുസ്തകോത്സവം ഇക്കാലം അത്രയും ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ചു. അതുകൊണ്ട് തന്നെ 4th എഡിഷനും ഗ്രാൻഡ് സക്സസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പുസ്തകോത്സവവുമായി സഹകരിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.